നിയമ നടപടികൾ പൂർത്തിയാക്കി തിരികെ കിട്ടുമ്പോഴേക്കും ഈ വാഹനം നശിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കസ്റ്റംസിന്റെ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലുള്ളത്. ഒപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ പ്രതിച്ഛായ മോശമാകുന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം വ്യാപക പ്രചരണം നൽകിയത്. കാരണം സ്വർണ്ണക്കടത്തുമായും ലഹരിക്കടത്തുമായും ബന്ധപ്പെട്ട് തന്റെ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് എന്ന രീതിയിലാണ് പ്രചരണം നടന്നത്. ഇത് തനിക്ക് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കിയെന്നും ദുൽഖർ പറയുന്നു. എന്തായാലും ഹർജിയിൽ കോടതി കസ്റ്റംസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. കണ്ടില്ലേ, ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യത്തിലേക്ക് ഒരു ധാരണ എത്തിയില്ലേ? ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ സംഘടിതമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു നീക്കം ഇവർ ഈ പറയുന്ന രീതിയിൽ ഇവർ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലാണ് നടത്തുന്നതെന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ വാഹനം എല്ലാ നികുതിയും എല്ലാ പണവും കൊടുത്തതിന് ശേഷം താൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണെന്നും, എന്നാൽ ഇതുമായി സംബന്ധിച്ചുള്ള രേഖകൾ കസ്റ്റംസ് കമ്മീഷണറിനെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ അതിലൊന്നും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് നോക്കാൻ പോലും ഒന്ന് തയ്യാറാവാതെ തനിക്കെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിട്ടതാണെന്നുമാണ് ദുൽഖർ സൽമാൻ വാദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്.